വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമോസിന്റെ പുസ്തകത്തിന്റെ വിചിന്തന ഭാഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ ഭാഗമായ എക്സോർട്ടേഷൻ അല്ലെങ്കിൽ ഉപദേശ രൂപത്തിലുള്ള ചില പ്രബോധനങ്ങളാണ് പ്രധാനമായിട്ടും ആമോസ് പ്രവാചകൻ തന്റെ പുസ്തകങ്ങളിലൂടെ നൽകുന്നത്. അതാണ് കഴിഞ്ഞ ആഴ്ചയിലെ വചന വിചിന്തനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ആഴ്ച അതിൻ്റെ തുടർച്ചയായിട്ട് ഉള്ള ഭാഗങ്ങളിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഹോസിയ എന്ന് പറയുന്ന പ്രവാചകനെയും കൂടി ഈ പ്രാവശ്യത്തെ എപ്പിസോഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുക. ഇനിയുള്ള നമ്മളുടെ ക്ലാസ്സുകൾ അല്പം സ്പീഡിലായിരിക്കും. പ്രത്യേകമായിട്ട് നമ്മുടെ ഈ എല്ലാ അധ്യായങ്ങളും എടുത്ത് പറയുന്നതിലുപരിയായി ആ അധ്യായങ്ങളുടെ അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ സാരസംഗ്രഹം മാത്രം പറഞ്ഞുകൊണ്ടാണ്, അത് ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ ഒതുക്കിക്കൊണ്ടാണ് നമ്മുടെ പഠനം മുന്നോട്ട് പോവുക. ആമോസിന്റെ പുസ്തകത്തിന്റെ 4 വരെയുള്ള അധ്യായങ്ങളെ നമ്മൾ കണ്ടു. ഇനി 5-ാമത്തെ അധ്യായത്തില് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഉപദേശം കൊടുക്കുകയാണ്. ആമോസ് ഇസ്രായേൽ ജനത്തിന് ഉപദേശം കൊടുക്കുകയാണ്. എന്താണ് ഉപദേശം? ആമോസിന്റെ ഉപദേശത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് ഒരു തുടർച്ചയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭാഗമാണ്. 4-ാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ 6-ാമത്തെ വാക്യത്തിലും പിന്നീട് കാണുന്നത് 14-ാമത്തെ വാക്യത്തിലും നമ്മൾ കാണുക. എന്താണ് ഉപദേശം? സീക്ക് ഗുഡ് therefore you shall live. അതായത് നന്മയെ അന്വേഷിക്കുക, അതുവഴിയായി നീ ജീവിക്കും. ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണ് ആമോസിന്റെ പുസ്തകത്തിൽ. നന്മയെ അന്വേഷിക്കുക, അതിനാൽ നീ ജീവിക്കും. എന്താണ് നന്മ? നന്മ എന്ന് പറയുന്നത് അത് ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചുവരവാണ്. എന്താണ് ജീവിതം? അത് വാഗ്ദാന ദേശത്തുള്ള ജീവിതമാണ്. ഈ 2 കാര്യങ്ങൾ പറയുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാനും വാഗ്ദാന ദേശത്തിലുള്ള ജീവിതമാണ് യഥാർത്ഥ ആനന്ദമെന്ന് പ്രവാചകൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനം വാഗ്ദാന ദേശം വിട്ട് അസീറിയയിലേക്ക് ചേക്കേറി പാർക്കുന്ന അവസരത്തിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും അവതരിപ്പിച്ചതിന് ശേഷം പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക, അല്ലെങ്കിൽ നന്മയെ അന്വേഷിക്കുക, അതുവഴിയായി നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും. മോശ തന്റെ പ്രബോധനത്തിൽ ഇസ്രായേൽ ജനതയോട് ഉള്ള പ്രബോധനത്തിൽ പറഞ്ഞ അതേ പ്രബോധനങ്ങൾ തന്നെയാണ് ഇവിടെയും ആമോസ് തന്റെ പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് വരുന്ന 6-ാമത്തെ അധ്യായത്തിലെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് 5-ാമത്തെ അധ്യായത്തിന്റെ 18 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ വളരെയധികം ശ്രദ്ധേയമാണ്. കാരണം പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ വളരെയധികം മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ദൈവത്തിന്റെ സമയം അല്ലെങ്കിൽ ദൈവത്തിന്റെ ദിനം. 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: കർത്താവിന്റെ ദിനത്തിനായി കാത്തിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം. എന്തിനാണ് നിങ്ങൾ കർത്താവിന്റെ ദിനം? അത് അന്ധകാരമാണ്, പ്രകാശമല്ല എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കർത്താവിന്റെ ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്കൊക്കെ അത് വായിക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ്. കർത്താവിന്റെ ദിനം എപ്പോഴും നമ്മൾ സന്തോഷത്തോടു കൂടി കാത്തിരിക്കേണ്ടതല്ലേ? പിന്നെ എന്താണ് ഇത് അന്ധകാരത്തിന്റെ ദിനമാണെന്ന് അല്ലെങ്കിൽ പ്രകാശത്തിന്റെ ദിനമല്ല എന്നൊക്കെ പറയാനുള്ള കാരണം? ഇവിടെ കർത്താവിന്റെ ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവ് വിധിയാളനായിട്ട് നിന്റെ അടുത്തേക്ക് വരുന്ന ദിനത്തെക്കുറിച്ചാണ്. കാരണം ഇസ്രായേൽ ജനം പാപത്തിന്റെ അടിമത്തത്തിൽപ്പെട്ട് അസീറിയയിലേക്ക് യാത്രയാകാൻ പോകുന്നു, അല്ലെങ്കിൽ നാടുകടത്തപ്പെടാൻ പോകുന്നു.
ഈ ദിനത്തെയാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഹെബ്രായ ഭാഷയിൽ പക്കാദ് എന്ന് പറയുന്ന ഒരു വാക്ക്, പക്കാദ് എന്ന് പറയുന്ന വാക്ക് രണ്ട് അർത്ഥങ്ങളിലാണ് ഉപയോഗിച്ചിരിക്കുക. ഒന്ന്, ടു ജഡ്ജ് എന്നുള്ള അർത്ഥം, ടു ജഡ്ജ്, വിധിക്കുക. രണ്ടാമത്തെ അർത്ഥമാണ് ടു വിസിറ്റ്. ഈ രണ്ടർത്ഥങ്ങളിലും ഈ പക്കാദ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നെങ്കിൽ തന്നെയും പൊതുവായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. അവിടെ ഈ രണ്ട് അർത്ഥതലങ്ങളും കാണാം. അപ്പൊ ദൈവം വിധിക്കാനായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ വിധിയാളനായ ദൈവത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ ദൈവം സന്ദർശിക്കാനായിട്ട് വരുന്നു. മോശയെ സന്ദർശിക്കുന്ന ദൈവം, അല്ലെങ്കിൽ അതിനു മുമ്പ് നോഹയെ സന്ദർശിക്കുന്ന ദൈവം, അബ്രാഹത്തെ സന്ദർശിക്കുന്ന ദൈവം, മോശയെ സന്ദർശിക്കുന്ന ദൈവം, ഇതുപോലെയുള്ള സന്ദർശനങ്ങളൊക്കെ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ കർത്താവിൻ്റെ ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലെയൊരു സന്ദർശനമാണ്, ദൈവത്തിൻ്റെ സന്ദർശനമാണ്. അത് പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനതയ്ക്ക് അവരുടെ പാപത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, പാപത്തിലാണ് എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ സന്ദർശനം നടത്തുന്നത്. അതാണ് ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. എന്താണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത? കാരണം പാപത്തിൽ അകപ്പെട്ടിരിക്കുന്ന ജനത്തിന് ശിക്ഷ കൊടുക്കണം. ദൈവം ശിക്ഷിക്കുന്നവനാണ്. ആ ശിക്ഷണമെന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. കർത്താവിൻ്റെ പാപത്തിൽ അകപ്പെട്ടിരിക്കുന്ന ജനത്തെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് കടന്നു വരുന്ന ദൈവം, അത് പ്രകാശമല്ല, മറിച്ച് അത് അന്ധകാരമാണ്. പിന്നെ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് കരടിയുമായി കണ്ടുമുട്ടുന്നത് പോലെയോ, വീട്ടിലെത്തി ചുമരിൽ കൈ ചേർത്ത് ചാരി നിൽക്കുമ്പോൾ സർപ്പദംശനം ഏൽക്കുന്നത് പോലെയോ ആയിരിക്കും അത്. ചിലപ്പോൾ ഒരു സമയത്ത് അത് രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ തിരിച്ച് വന്നിട്ട് വീണ്ടും പാപത്തിന്റെ അടിമത്തത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ വലിയ അവസ്ഥ, ഇതിനെയാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കുക. കർത്താവിന്റെ ദിനം പ്രകാശമല്ല, അന്ധകാരമാണ്, പ്രകാശലേശമില്ലാത്ത തമസാണ്. അത് അത്രമാത്രം അസീറിയയിലേക്കുള്ള ഇസ്രായേൽ ജനതയുടെ യാത്ര അത്രമാത്രം അന്ധകാരപൂർണമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു, ആഴത്തിനു മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ ജനം കർത്താവ് നൽകിയ വാഗ്ദാന ദേശത്ത് നിന്ന് എന്നെങ്കിലും പുറത്തു പോകുമ്പോൾ, അവരുടെ പാപം മൂലം പുറത്തു പോകുമ്പോൾ അവരുടെ ജീവിതം അന്ധകാരപൂർണമാകും. അതുപോലെ തന്നെ ഫോംലെസ്, അതായത് രൂപരഹിതമാകും, ശൂന്യവുമാകും, അന്ധകാരപൂർണവുമാകും. ഈ ഒരു ദിനത്തെയാണ് പ്രത്യേകമായിട്ട് ഈ കർത്താവിന്റെ ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. 6-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വീണ്ടും നമ്മൾ പ്രവാചകൻ ഇസ്രായേലിലുള്ള ലീഡർഷിപ്പിന് എതിരെ സംസാരിക്കുകയാണ്, നേതൃനിരക്കെതിരെ സംസാരിക്കുക എന്ന ഭാഗമാണ് 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. എങ്ങനെയാണ്? സിയോനിൽ സ്വസ്ഥത അനുഭവിക്കുന്നവരും സമരിയാഗിരിയെ സുരക്ഷിതരും ജനതകളിൽ അഗ്രഗണ്യരും ഇസ്രായേൽ ഭവനം സഹായ അർത്ഥം സമീപിക്കുന്നവരുമായ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ കാൽനയിൽ ചെന്ന് നോക്കുവിൻ, അവിടുന്ന് മഹത്തായ ഹമാത്തിലേക്കും ഫിലിസ്തീന്റെ ഗത്തിലേക്കും ചെല്ലുവിൻ. അവ ഈ രാജ്യങ്ങളെക്കാൾ മെച്ചപ്പെട്ടവയോ? അതോ അവരുടെ ദേശം നിങ്ങളുടേതിനേക്കാൾ വിശാലമോ? ആപത്ത് ദിനത്തെപ്പറ്റി അകറ്റി നിർത്താം നിങ്ങൾ വിചാരിക്കുന്നുവോ? ദണ്ഡനിർമ്മിതമായ തൽപ്പങ്ങളിൽ വിരിച്ച മെത്തകളിൽ നിവർന്ന് ശയിക്കുകയും ആട്ടിൻപറ്റത്തിന് കുഞ്ഞാടുകളെയും കാലിക്കൂട്ടത്തിന് പശുക്കിടാങ്ങളെയും ഭക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. വീണാനാദത്തോട് അവർ വ്യർത്ഥ ഗീതങ്ങൾ ആലപിക്കുന്നു. നോക്കിക്കേ, ഇതിനെല്ലാം പിന്നെ പ്രധാനപ്പെട്ട പ്രത്യേകത, ഇസ്രായേൽ ജനം സ്വസ്ഥത അനുഭവിക്കുന്നു. എങ്ങനെയാണ് അവർ സ്വസ്ഥത അനുഭവിക്കുന്നത്, അവർ ആനന്ദം അനുഭവിക്കുന്നത്? ദരിദ്രന്റെ തല പൂഴിയിലിട്ട് ചവിട്ടി അരയ്ക്കുന്നതിലൂടെ, സാമൂഹ്യ നീതി പാലിക്കപ്പെടാത്തതിലൂടെ, അധാർമികതയിലൂടെ ഇസ്രായേൽ ജനം സ്വസ്ഥത അനുഭവിക്കുന്നു. അങ്ങനെ അനുഭവിക്കുന്ന ഇസ്രായേൽ ജനമേ,
ദേശമേ നിങ്ങൾക്ക് ഹാ കഷ്ടമെന്ന് പ്രവാചകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് 6-ാമത്തെ അധ്യായത്തിലൂടെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് കർത്താവ് പറയുകയാണ്. ഇതാ കർത്താവ് കൽപ്പിക്കുന്നു, മാളികകൾ തകർന്നടിയുന്നു. 11-ാമത്തെ വാക്യം, ചെറിയ വീടുകൾ ധൂളിയാകുന്നു. പാറകളിലൂടെ കുതിര പായുമോ? കടലിൽ കാള പൂട്ടുമോ? നിങ്ങൾ ന്യായത്തെ വിഷമാക്കിക്കളഞ്ഞു, നീതിയുടെ ഫലത്തെ കാഞ്ഞിരമാക്കി. നിങ്ങൾ ലതബാറിൽ ആഹ്ലാദിക്കുകയും ഞങ്ങളുടെ കഴിവുകളാൽ ഞങ്ങൾ കർണായും അധീനമാക്കി എന്ന് പറയുകയും ചെയ്യുന്നു. നോക്കിക്കേ, ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ, ഇസ്രായേലിന്റെ തുടർച്ചയായിട്ടുള്ള പാപങ്ങളെ കുറിച്ചുള്ള ഒരു അപഗ്രഥനമാണ് 6-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. നേതൃനിരകളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നേതൃത്വം, ഇസ്രായേലിന്റെ നേതൃത്വം അത്രമാത്രം കറ പുരണ്ട ഒരു നേതൃത്വമാണ്. അങ്ങനെയുള്ള ഒരു നേതൃത്വത്തെ ഇവിടെ പ്രധാനമായിട്ടും അവതരിപ്പിക്കുന്ന ഭാഗമാണ് 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കൊടുത്തിരിക്കുക. ഇതോടുകൂടി ഉപദേശത്തിന്റെ ആ ഭാഗം, എക്സോർട്ടേഷന്റെ ഭാഗം അവസാനിക്കുകയാണ്. എക്സോർട്ടേഷനിലൂടെ കർത്താവ് ആമോസ് പ്രവാചകൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ഏറ്റവും വലിയ ഒരു കാര്യം, ഇസ്രായേൽ ജനത്തെ ദൈവം സംരക്ഷിക്കും. എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു വന്ന് അവിടുത്തോട് ചേർന്ന് നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ സംരക്ഷണം ഉറപ്പാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിന്റെ പാപത്തെ എടുത്ത് വീണ്ടും അവതരിപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനം പാപത്തിന്റെ കുത്തൊഴുക്കിൽ പെടുകയാണ്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇത്രമാത്രം സ്വസ്ഥത അവർ അനുഭവിക്കുന്നതെങ്കിലും ആ സ്വസ്ഥത എന്ന് പറയുന്നത് ഇസ്രായേൽ മറ്റുള്ളവരുടെ ദരിദ്രന്റെ തല പൂഴിയിലിട്ട് അരയ്ക്കുമ്പോൾ, ചവിട്ടി അരയ്ക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മനസ്സിന്റെ ആനന്ദത്തെയാണ് സ്വസ്ഥത എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ഇത് അനീതിയാണ്, അധാർമികതയാണ് എന്ന് കർത്താവിന്റെ വചനം പ്രവാചകനിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന്റെ സമാപനത്തിലാണ് 7-ാമത്തെ അധ്യായം മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ തെളിവായിട്ട് കാണുന്ന വിഷൻസ്, ദർശനങ്ങൾ നമ്മൾ കാണുക. ഒരേ കാര്യം തന്നെ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. ഇതാ ഇസ്രായേൽ ജനം വഴിപിഴച്ചു പോയി. എന്താണ് വഴിപിഴയ്ക്കുന്നത്? ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ യാത്രയായി. അതുപോലെ തന്നെ ഇസ്രായേൽ ജനം ദരിദ്രനെ അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ മോടി പിടിപ്പിക്കുന്ന സാഹചര്യം, അധാർമികതയും അനീതിയും അസൂയയും സ്പർദ്ധയും നിലനിൽക്കുന്ന സാഹചര്യം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇസ്രായേലിന് കടുത്ത ശിക്ഷ അനിവാര്യമാണ് എന്ന് പ്രവാചക ഗ്രന്ഥത്തിലൂടെ, വിഷൻസിലൂടെ, ദർശനങ്ങളിലൂടെ 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുകയാണ്. ഈ ദർശനങ്ങളെ മറ്റു ദർശനങ്ങളിൽ നിന്നും, മറ്റു പുസ്തകങ്ങളുടെ ദർശനങ്ങളിൽ നിന്നുമൊക്കെ നമുക്കൊന്ന് വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കും. മറ്റു പുസ്തകങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ജെറമിയായുടെ പുസ്തകത്തിലാണെങ്കിലും ഏശയ്യായുടെ പുസ്തകത്തിലാണെങ്കിലും എസക്കിയേലിന്റെ പുസ്തകത്തിലാണെങ്കിലും ധാരാളം ദർശനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവയെല്ലാം ഓരോ ദർശനങ്ങളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ മാത്രം 2 ദർശനങ്ങൾ, ഒരു ജോഡി ദർശനങ്ങൾ ഒന്നിച്ച് അവതരിപ്പിച്ചുകൊണ്ട് അത്രമാത്രം കടുത്ത ശിക്ഷ ഇസ്രായേൽ ജനതയ്ക്ക് കർത്താവ് കൊടുക്കാൻ പോവുകയാണ് എന്ന് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രവാചകനായ ആമോസ് ഇതിലൂടെ ചെയ്യുന്നത്. ഇതിന്റെ മധ്യത്തിലാണ് ആമോസ് പ്രവാചകന്റെ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 7-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലാണ് ഈ ആമോസ് പ്രവാചകന്റെ അധികാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുക. അധികാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പ്രവാചകങ്ങളുടെ അമാസ്യ എന്ന് പറയുന്ന വ്യക്തി പറയുകയാണ്, ജെറോബോവാമിന്റെ സേവകൻ പറയുകയാണ്, എന്തിനാണ് ജെറോബോവാമിനെ കുറിച്ച് നീ ഇത്രമാത്രം മോശമായിട്ട് സംസാരിക്കുന്നത്? നീ ഇവിടെ പ്രവചിക്കേണ്ട, നീ പോയി വേറെ വല്ലയിടത്തും പോയി അനത്തോത്തിൽ പോയി പ്രവചിക്കുക. ഇത് പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ പ്രവാചകനല്ല, ഞാൻ പ്രവാചകന്റെ ഗണത്തിൽപ്പെട്ടവനല്ല, എൻ്റെ പിതാവും പ്രവാചകനല്ല, ഞാൻ ഒരു മരം മുറിക്കുന്ന വ്യക്തിയാണ്, സിക്കമൂർ മരം മുറിച്ച് അതിനെ വെട്ടിയൊരുക്കുന്ന വ്യക്തിയാണ്. കർത്താവിനോട് പറഞ്ഞു നീ പ്രവചിക്കുക എന്ന് പറഞ്ഞു. അതിന് പ്രകാരം ഞാൻ പ്രവചിക്കുന്നു എന്ന് ഉള്ള ഒരു പ്രബോധനമാണ് ഇവിടെ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ദർശനങ്ങളിലൂടെ ഒന്ന് കടന്നു വരാം. ഈ ദർശനങ്ങൾ ഒരു പെയറായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു ജോഡിയായിട്ടാണ് വന്നിരിക്കുന്നത്. 1-ാമത്തെ ദർശനം ഇങ്ങനെയാണ്: ദൈവമായ കർത്താവ് എനിക്ക് ഒരു ദർശനം നൽകി. രാജവിഹിതമായ പുല്ല് അരിഞ്ഞതിന് ശേഷം അത് വീണ്ടും മുളച്ചത് തുടങ്ങിയപ്പോൾ അവിടുന്ന് ഇതാ കിളിപ്പറ്റത്തെ സൃഷ്ടിക്കുന്നു.
അവ നാട്ടിലുള്ള പുല്ലെല്ലാം തിന്നൊടുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവെ മാപ്പ് നൽകുക. 4-ാമത്തെ വാക്യം, ദൈവമായ കർത്താവ് എനിക്കൊരു ദർശനം നൽകി, ഇത് അവിടുന്ന് അഗ്നി അയച്ചു ശിക്ഷിക്കാൻ ഒരുങ്ങുന്നു. അഗ്നി അഗാധങ്ങളെ വിഴുങ്ങിയിട്ട് ഭൂമിയെ ദഹിപ്പിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവെ എനിക്ക് മാപ്പ് നൽകുക. യാക്കോബിന്റെ ഭവനം ഇനി നിൽക്കാൻ പറ്റുമോ? എന്താ ഈ സൂചിപ്പിക്കുക? 2 ദർശനങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കുന്നതിലൂടെ ഒരു പുല്ല് വളർന്നു വരുന്നു. ഒരു വയലിലെ പുല്ലുകൾ വളരുകയാണ്. വയല് മുളയെടുത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിലാണ് വെട്ടുക്കിളികളെ അയച്ച് ആ വയലിലെ എല്ലാ പുല്ലും നശിപ്പിക്കുകയും അത് ഉപയോഗശൂന്യമാക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭൂമിയിലേക്ക് അഗ്നി അയച്ച് കർത്താവ് ശിക്ഷിക്കാനായിട്ട് ഒരുങ്ങുന്നു. ഈ 2 പ്രബോധനങ്ങളും നമ്മളെ സൂചിപ്പിക്കുന്നത്, ദർശനങ്ങളും സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ നാശം അടുത്തു എന്ന് ആമോസ് പ്രവാചകൻ ജനത്തെ ഉദ്ബോധിപ്പിക്കുകയാണ്. കാരണം ഇനി അവർക്ക് രക്ഷയില്ല. വളർന്നു വരുന്ന പുല്ലാണ് നിങ്ങൾ. എന്നിട്ടും നിങ്ങൾ പാപത്തിലേക്ക് വീണു കഴിഞ്ഞാൽ ദൈവമായ കർത്താവ് അതിശക്തമായിട്ട് നിങ്ങളെ ശിക്ഷിക്കുമെന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊടുക്കുകയാണ് പ്രവാചകൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ശിക്ഷ എന്ന് പറയുന്നത് അതിശക്തമാണ്. അതുമാത്രമല്ല, ഈ ശിക്ഷയിലൂടെ ഇസ്രായേൽ ജനത്തെ ദൈവം അഗ്നി ഇറക്കി ഈ ഇസ്രായേലിനെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നശിപ്പിക്കാൻ പോവുകയാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ ദർശനം കൊടുക്കുന്നതിലൂടെ പ്രവാചകൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? നാശത്തിന്റെ ദർശനമാണ് കൊടുക്കുന്നത്. ദർശനം കൊടുക്കുന്നതിലൂടെ പ്രവാചകൻ ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. പ്രവാചകൻ പറയുകയാണ്, ഇതാ സമയമായിരിക്കുന്നു, മാനസാന്തരപ്പെടാനുള്ള സമയമായിരിക്കുന്നു. ആകയാൽ ഈ ഒരു ശിക്ഷയിൽ നിന്ന്, ഇങ്ങനെയുള്ള ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ദൈവ സാന്നിധ്യത്തിലേക്ക് നീ കടന്നു വരണം, പ്രവേശിക്കണമെന്ന് പ്രവാചകൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. വീണ്ടും 7-ാമത്തെ വാക്യത്തില് മറ്റൊരു 2 ദർശനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കാം നമുക്ക്. അവിടുന്ന് എനിക്ക് മറ്റൊരു ദർശനം നൽകി, ഇതാ തൂക്കുകട്ടയുടെ സഹായത്തോടെ പണിതുയർത്തിയ ഒരു മതിലിനോട് ചേർന്ന് കർത്താവ് കയ്യിൽ ഒരു തൂക്കുകട്ടയുമായി നിൽക്കുന്നു. വീണ്ടും 8-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ദൈവമായ കർത്താവ് എനിക്ക് ഒരു ദർശനം നൽകി, ഇതാ ഒരു കുട്ട നിറയെ ഗ്രീഷ്മഫലങ്ങൾ. അവിടെ എന്നോട് ചോദിച്ചു, ആമോസ് നീ എന്ത് കാണുന്നു? ഒരു കുട്ട നിറയെ ഗ്രീഷ്മഫലങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേലിന്റെ അവസാനം വന്നു കഴിഞ്ഞു. നോക്കിക്കേ, ഈ 2 ജോഡികൾ, ഈ ഒരു ജോഡി ദർശനത്തെ എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കുക? തൂക്കുകട്ട പിടിച്ചു നിൽക്കുന്ന ദൈവമായ കർത്താവ്. എന്തിനാണ് തൂക്കുകട്ട എന്ന് നമുക്കറിയാം. ഇസ്രായേൽ ജനത്തിന്റെ, അല്ലെങ്കിൽ ഒരു ഭവനം പണിയുമ്പോൾ, ഒരു മേസ്തിരി പണിയുമ്പോൾ തൂക്കുകട്ട എന്ന് പറയുന്നത് അത് കൃത്യത അളക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്രായേൽ ജനത്തിന്റെ കൃത്യത അളക്കുകയാണ് ചെയ്യുന്നത്. ജനത്തിന്റെ കൃത്യത അളക്കുകയാണ്. അവരെത്രമാത്രം വ്യതിചരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള കൃത്യമായിട്ടുള്ള നിഗമനങ്ങളിലേക്ക് ദൈവമായ കർത്താവ് കടന്നു വരികയാണ്. അതുവഴിയായി അതവനെ വിധിക്കുകയും അവനെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും അതുവഴിയായി രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവിനെയാണ് ഇവിടെ നമ്മൾ കാണുക. ഒരു മേസ്തിരി തൂക്കുകട്ട എടുത്ത് അതിനെ താൻ ഉണ്ടാക്കിയ ആ സ്ഥലത്തെ തൂക്കുകട്ട പിടിച്ച് അതിനെ ലെവല് ചെയ്യുന്നത് പോലെ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ ലെവല് ചെയ്യാൻ പോവുകയാണ്. അവന്റെ പാപങ്ങളിൽ നിന്ന് അവനെക്കുറിച്ച് മനസ്സിലാക്കി അതിനെ വെടിപ്പാക്കി ശിക്ഷണം നൽകി ദൈവമായ കർത്താവിനെ ലെവല് ചെയ്യുന്നു എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തൂക്കുകട്ടയുടെ ദർശനം കൊടുത്തിരിക്കുന്നത്. 2-ാമതായിട്ട് കൊടുത്തിരിക്കുന്ന, അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ഭാഗം എന്താണ്? ഞാൻ ഇസഹാക്കിന്റെ പൂജാഗിരികൾ നിർജ്ജനവും ഇസ്രായേലിലെ ആരാധന കേന്ദ്രങ്ങൾ ശൂന്യവുമാക്കും. ജെറോബോവാമിന്റെ ഭവനത്തിനെതിരെ ഞാൻ വാളുമായിട്ട് വരും. എന്താണ് അവിടെ നിന്ന് ലെവലാക്കുന്നത്? തൂക്കുകട്ട ഉപയോഗിച്ചില്ല ലെവലാക്കുന്നത്, പൂജാഗിരികള് ലെവലാക്കും. കാരണം ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോയ ഇസ്രായേൽ ജനത്തിന് അവര് പൂജാഗിരികൾ ഉണ്ടാക്കി. ജെറോബോവാമിന്റെ കാലഘട്ടത്തിൽ
ഇസ്രായേലിൽ ജെറുസലേമിന് ബദലായി ബഥേൽ എന്ന് പറയുന്ന സ്ഥലത്ത് പൂജാഗിരി സ്ഥാപിച്ചതിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ട സാഹചര്യങ്ങളെല്ലാം തന്നെ അവിടുന്ന് നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ കർത്താവ് തൂക്കുകെട്ട് ഉപയോഗിച്ച് ലെവല് ചെയ്ത് അതിനെ നിർമ്മാർജ്ജനം ചെയ്ത് അതിലൂടെ ശിക്ഷണം നൽകി കർത്താവ് ജനത്തെ തിരികെ കൊണ്ടുവരും. രണ്ടാമത്തെ ഭാഗമാണ് 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ട ഇത് ഒരു കുട്ട നിറയെ ഗ്രീഷ്മ ഫലങ്ങള്. എന്താണ് സമ്മർ ഫ്രൂട്ട്സ് എന്നാണ് പറയുക. എന്താണ് സമ്മർ ഫ്രൂട്ട്സിന്റെ? ഇതോടുകൂടി വേനൽക്കാലം കഴിഞ്ഞു, സമ്മർ ഫ്രൂട്ട്സ് വന്നു. ഈ കാലഘട്ടം സമ്മർ ഫ്രൂട്ട്സ് ആണ്. നല്ല സപ്പോട്ടയ്ക്കായി നല്ല മാങ്ങാപ്പഴം ഒക്കെ ഇരിക്കുന്ന കാലഘട്ടം. ഈ മാങ്ങാപ്പഴം എല്ലാം തീർന്നു കഴിയുമ്പോഴത്തേക്കും മഴക്കാലം വന്നു. ഇനി വിളവെടുപ്പിന്റെ കാലമല്ല, ഇതെല്ലാം തീർന്നു. മഴക്കാലം വന്നു. നമ്മുടെ നാട്ടിലാണെങ്കിലും മഴ വന്നു. ഇനി അങ്ങ് ഫ്രൂട്ട്സ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒക്ടോബർ മാസം വരെ നമ്മൾ കാത്തിരിക്കണം. നല്ല ഓറഞ്ചും നല്ല ആപ്പിളും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ് ഗ്രീഷ്മ ഫലങ്ങൾ. സമ്മർ ഫ്രൂട്ട്സ് തീരുമ്പോഴത്തേക്കിനും തീർന്നു. അത് കുട്ട നിറയെ സാധോടുകൂടി ഈ വർഷത്തെ വിളവെടുപ്പുകൾ തീർന്നു. ഇസ്രായേൽ ജനത്തിന്റെ വിളവെടുപ്പുകൾ അവസാനിച്ചു എന്ന് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിന്റെ ഈ 8-ാമത്തെ അധ്യായത്തിന്റെ 4 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ട തിരുവചനങ്ങളെ നമ്മൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അതിപ്രകാരമാണ്: ദരിദ്രരെ ചവിട്ടിമെതിക്കുകയും പാവപ്പെട്ടവരെ നശിപ്പിക്കുകയും ചെയ്യുന്നവരെ കേൾക്കുവിൻ. ധാന്യങ്ങൾ വിറ്റഴിക്കേണ്ടതിന് അമാവാസി കഴിയുന്നത് എപ്പോൾ? ഗോതമ്പ് വിൽക്കേണ്ടതിനും ഏഫ ചെറുതാക്കുന്നതിനും ഷെക്കേൽ വലുതാക്കുന്നതിനും കള്ളത്തുലാസ് കൊണ്ട് കച്ചവടം ചെയ്യുന്നതിനും ദരിദ്രരെ വെള്ളിക്കും നിരാലംബർ ഒരു ജോഡി ചെരുപ്പിനും വിലയ്ക്ക് വാങ്ങേണ്ടതിനും പതിര് വിറ്റഴിക്കേണ്ടതിനും സാപത്ത് കഴിയുന്നത് എപ്പോൾ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. കാരണം സാപത്തിൽ ജോലി ചെയ്യാൻ പാടില്ല. യഥാർത്ഥത്തിലുള്ള സാപത്ത് നിയമം ഇതൊന്നുമല്ല. ദരിദ്രനെ പിടിച്ച് ഉയർത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സാപത്ത് നിയമം. എല്ലാവരെയും ദൈവത്തിന് തിരുമുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളതാണ് സാപത്തിന്റെ അനുഭവം. പക്ഷെ ആ സാപത്ത് നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ പാപത്തെ അത്രമാത്രം കഠിനമാക്കി മാറ്റുന്ന ഒരു സംസ്കാരത്തെയാണ് ഇവിടെ 8-ാമത്തെ അധ്യായത്തിന്റെ 4 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ കർത്താവ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് 11-ാമത്തെ വാക്യത്തിൽ നോക്കിക്കേ, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. നോക്കിക്കോണം, ക്ഷാമം, ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല, കർത്താവിന്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ഒരു വറുതിയാണ്, ക്ഷാമമാണ് അയക്കാൻ പോകുന്നത്. ഇനിമേൽ ദൈവത്തിന്റെ വചനം ഈ ഭൂമിയിൽ ഉണ്ടാകുകയില്ല. അതായത് ഇനിമേൽ പ്രവാചകൻ പ്രവചിക്കുകയില്ല. പ്രവാചകന്റെ ദൗത്യം തീരാൻ പോകും. എത്ര പ്രവചിച്ചിട്ടും നീ പാപത്തിൽ മുഴുകിയതിനാൽ പ്രവാചകന്റെ ദൗത്യം അവസാനിക്കുകയാണ്. ഇസ്രായേൽ അസീറിയയിലേക്ക് നാടുകടത്തപ്പെടാൻ പോവുകയാണ്. ആകയാൽ പ്രവചനങ്ങളുടെ കാലഘട്ടം തീർന്നു. കർത്താവിന്റെ വചനത്തിന്റെ ക്ഷാമം ഈ കാലഘട്ടത്തിൽ കടന്നു വരുന്നു. ഭക്ഷണത്തിൽ കുറവൊന്നും കാണുകയില്ല, അതുപോലെ തന്നെ വെള്ളം കുറയുകയില്ല. പക്ഷേ ദൈവത്തിന്റെ വചനത്തിലുണ്ടാകുന്ന ക്ഷാമം നിനക്കൊണ്ട് അസീറിയയിലേക്ക് പോകുമ്പോൾ നിനക്ക് ദൈവത്തിന്റെ വചനം പറഞ്ഞു തരാൻ ആരും കാണുകയില്ല. ഈ ഭൂമിയിൽ, ഇസ്രായേൽ എന്ന് പറയുന്ന ഭൂമിയിൽ പാപത്തിൽ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇനിമേൽ ഒരു വചനവും നിന്റെ കാതിൽ രേഖപ്പെടുത്തുകയില്ല എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് 8-ാമത്തെ അധ്യായത്തിലൂടെ 11-ാമത്തെ വാക്യത്തിലൂടെ. ഇതിന്റെ സമാപനത്തിലാണ് അടുത്ത ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന, ജോഡിയല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ദർശനം കാണുക. 9-ാമത്തെ വാക്യത്തിൽ, ബലിപീഠത്തിനരികെ കർത്താവ് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവിടുന്ന് അരുളി ചെയ്തു, പൂമുഖം കുലുങ്ങാൻ പോതികയെ ഊക്കോടെ അടിക്കുക. എല്ലാവരുടെയും തലയിൽ അത് തകർന്നു വീഴട്ടെ. അവശേഷിക്കുന്നവരെ ഞാൻ വാളിനിരയാക്കും. ഒരുവനും ഓടിയൊളിക്കുകയില്ല, ഒരുവനും രക്ഷപ്പെടുകയില്ല. അതിശക്തമായിട്ടുള്ള ദൈവത്തിന്റെ ക്രോധം കടന്നു വരുന്നു. ഭൂകമ്പത്തിലൂടെ ദൈവത്തിന്റെ ക്രോധം കടന്നു വരുന്നു. നമ്മൾ ആമോസിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലെ സൂപ്പർസ്ക്രിപ്ഷൻ നമ്മൾ നടത്തിയപ്പോൾ
നമ്മൾ പറഞ്ഞ കാര്യം ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അതിപ്രകാരമായിരുന്നുവല്ലോ, ഭൂകമ്പത്തിന് 2 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇൻസിഡന്റിനെ ഇവിടെ വീണ്ടും അവതരിപ്പിക്കുകയാണ്. എന്തിനാണ് ആ ഭൂകമ്പം ഉണ്ടായത് എന്ന് ഇസ്രായേൽ ജനം ചോദിക്കുമ്പോൾ അവർക്ക് മറുപടിയായി ഈ ആമോസ് പ്രവാചകൻ പറയുകയാണ്, ഭൂകമ്പം ഇസ്രായേലിന്റെ നാശത്തിനു വേണ്ടിയിട്ടുള്ള മുന്നോടിയാണ്. ഇസ്രായേൽ പാപം ചെയ്ത് ദൈവസ്നേഹത്തിൽ നിന്നും ദൈവകൃപയിൽ നിന്നും അകന്നതിനാൽ ഇതാ ഇസ്രായേലിനെ നീ ഭൂകമ്പത്തിലൂടെ എല്ലാം തകർന്നടിയാൻ പോകുന്നു എന്നുള്ള സത്യം അവരെ ഓർമ്മിപ്പിക്കുകയാണ് 9-ാമത്തെ അധ്യായത്തിലെ പ്രധാനമായിട്ടും കാണുന്ന ഈ ദർശനത്തിലൂടെ. ഇതിന്റെ സമാപനത്തിലാണ് നമ്മളിന്ന് ആമോസിന്റെ പുസ്തകത്തിന്റെ സമാപനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദർശനങ്ങളെല്ലാം കഴിഞ്ഞു. ഒരു ദർശനങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തിന്റെ ശക്തമായ ശിക്ഷയെക്കുറിച്ചും ശിക്ഷണത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. എന്താണ് ശിക്ഷ, എന്താണ് ശിക്ഷണമെന്ന് കൃത്യമായിട്ട് നമ്മൾ ഓർമ്മിക്കണം. കാരണം ശിക്ഷ എന്ന് പറയുന്നത് ജനത്തിന്റെ നാശത്തിലേക്കുള്ള ഒരു കാൽവെപ്പാണെങ്കിൽ ശിക്ഷണം എന്നുള്ളത് ജനത്തിന്റെ രക്ഷയിലേക്കുള്ള ഒരു പുതുജീവൻ കൊടുക്കുന്ന ഒരു ദൈവിക അനുഭവമാണ്. ഈ ശിക്ഷണത്തിലേക്കാണ് പ്രവാചകൻ തന്റെ ഓരോ വചനഭാഗങ്ങളും ക്രമീകരിച്ച് നൽകിയിരിക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന്റെ സമാപനത്തിലാണ് വലിയൊരു പ്രതീക്ഷയുമായിട്ട് ഇസ്രായേൽ ജനത്തിന് ആമോസ് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ഭാഗം കടന്നു വരിക. എന്താണ് പ്രതീക്ഷയുടെ പ്രത്യേകത? അന്ന് 11-ാമത്തെ വാക്യം 9-11, അന്ന് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെന്നതുപോലെ പണിതുയർത്തും. അപ്പോൾ ഏദോമിൽ അവശേഷിക്കുന്നവരെയും എന്റെ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ജനതകളെയും അവർ കൈവശമാക്കും. ഇത് ചെയ്യുന്ന കർത്താവാണ് അരുളി ചെയ്യുന്നത്. ഇതാ എന്താണ് സംഭവിക്കുന്നത്? അന്ന് ദാവീദിന്റെ വീണുപോയ ഭവനത്തെ ഞാൻ ഉയർത്തും, കൂടാരത്തെ ഞാൻ ഉയർത്തും. അത് ഹെബ്രായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഓഹേൽ നൊഫേലത്ത് എന്നാണ് പറയുന്നത്. ഓഹേൽ എന്ന വാക്കിന്റെ അർത്ഥം കൂടാരമെന്നാണ്. കൂടാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ കൂടാരമാണ്. ദാവീദ് ദൈവത്തിന് വേണ്ടി പണിത കൂടാരമാണ്. അല്ലെങ്കിൽ രണ്ടാമതായിട്ട് ഉദ്ദേശിക്കുന്നത് ദാവീദിന്റെ സാമ്രാജ്യമാണ്, അല്ലെങ്കിൽ ദാവീദിന്റെ യൂദാ ഗോത്രമാണ്. തകർന്നുപോയ യൂദാ ഗോത്രത്തെ ഞാൻ പുനരുദ്ധരിക്കും. അത് ഇസ്രായേൽ ഗോത്രത്തോട് പറയുകയാണ്, തകർന്നുപോയ യൂദാ ഗോത്രത്തെ പുനരുദ്ധരിക്കും. ഇത് 2 സാമുവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങളിൽ ദാവീദ് രാജാവിന് ദൈവമായ കർത്താവ് കൊടുക്കുന്ന ഒരു ഉറപ്പിന്റെ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ വേണം അതിനെ മനസ്സിലാക്കാൻ. നിന്റെ ദിനങ്ങൾ തികയുമ്പോൾ, നീ പൂർവികരോട് ചേർന്ന് കഴിയുമ്പോൾ, ഞാൻ നിന്റെ ഔരസപുത്രനെ നിന്നിൽ നിന്ന് ഉയർത്തും. അവൻ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവന്റെ സിംഹാസനം എന്നും ഞാൻ നിലനിർത്തും. ഏതെങ്കിലും തരത്തിൽ അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പാപം ചെയ്ത് മനുഷ്യന്റെ ദണ്ടുകൊണ്ട് ഞാൻ അവനെ അടിക്കും. എന്നാൽ മഹാകരുണയോടുകൂടി ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവരും. ഈ ഒരു വലിയ കരുണയുടെ അനുഭവമാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ കാണുന്ന 9-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന തിരുവചന ഭാഗം. ദൈവത്തിന്റെ കരുണയുടെ അനുഭവം നമ്മളെ ഓർമ്മപ്പെടുത്തിയെടുക്കുകയാണ് പ്രവാചകനായ ആമോസ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോളും, എന്തിനു വേണ്ടിയിട്ടാണ് ജൂദാദേശത്തെ കുറിച്ച് ഉള്ള ഒരു പ്രബോധനം ഈ ഇസ്രായേലിന്റെ നാശത്തിലേക്ക് പോകുന്ന ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ജൂദാദേശത്തെ കുറിച്ച് ഒരു പ്രബോധനം കൊടുക്കുക. ഇസ്രായേലിനോട് പറയുകയാണ്, ഇസ്രായേലെ നീ വിഘടിച്ചു നിൽക്കാനുള്ളവനല്ല. ഇസ്രായേലിന്റെ നാശം മുഴുവൻ വന്നിരിക്കുന്നത് വിഘടിതമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ്. കർത്താവിന്റെ ജനമെന്ന് പറയുന്നത് ഒരൊറ്റക്കെട്ടാണ്. 12 ഗോത്രങ്ങൾ ഒരുമിച്ച് നിൽക്കാനുള്ളതാണ്. അവിടെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന മഹത്തായ ആ ദൈവിക അനുഭവത്തെ നമുക്ക് സ്വീകരിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് വിഘടിതമായിട്ടുള്ള ജനമല്ല. ഇസ്രായേൽ അസീറിയയിലേക്ക് നാടുകടത്തപ്പെടുമ്പോൾ പോലും അവര് തിരിച്ചു വരേണ്ടത് എങ്ങനെയാണ്?
തിരിച്ചു വരേണ്ടത് ദാവീദിന്റെ ഗോത്രത്തിലേക്കാണ്. വീണ്ടും ഇസ്രായേൽ എന്ന് പറയുന്ന ഡിവൈഡഡ് മൊണാർക്കിയിലേക്കല്ല പോകേണ്ടത്, ദാവീദിന്റെ ഗോത്രത്തിലേക്കാണ് അവൻ കടന്നു വരേണ്ടത്. അവിടെയാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന ഈ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ കാണുന്നത്. ദാവീദിന്റെ ഗോത്രത്തിലേക്കാണ് കടന്നു വരേണ്ടത്. ഇപ്പൊ വിഘടിതമായിട്ടുള്ള ഒരനുഭവമല്ല, വീണ്ടും ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു അനുഭവം. പഴയ നിയമ പാരമ്പര്യങ്ങളിൽ മുഴുവനും കാണുന്ന ഒരു പ്രത്യേകതയാണ് ഇസ്രായേലിന്റെ ജീവിതം എന്ന് പറയുന്നത് വിഘടിതമാക്കപ്പെടേണ്ടതല്ല, മറിച്ച് ദാവീദിന്റെ ഗോത്രത്തിലേക്ക് വീണ്ടും കടന്നു വരാൻ വേണ്ടിയിട്ട്. ഹോശേയയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിലും ഇതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അക്കാലഘട്ടങ്ങളിൽ ഇസ്രായേലിനം തിരികെ വരും, അവർ വന്നിട്ട് ഏകദൈവമായ കർത്താവിനെ അവരന്വേഷിക്കും, അതുപോലെ തന്നെ ദാവീദ് എന്ന് പറയുന്ന രാജാവിനെയും. ഇസ്രായേൽ ജനം തിരികെ വന്ന് അവരന്വേഷിക്കേണ്ടത് ഏകദൈവത്തെയും ദാവീദ് രാജാവിനെയും. അങ്ങനെയാണ് തകർന്നുപോയ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ തകർന്നുപോയ ദാവീദിന്റെ ഭവനത്തെ, ഡൈനാസ്റ്റി അല്ലെങ്കിൽ ജൂദാഗോത്രത്തെ അല്ലെങ്കിൽ ജെറുസലേം എന്ന് പറയുന്ന ദേവാലയത്തെ കർത്താവ് ഉയർത്തും. അപ്പോൾ ഏദോമിൽ അവശേഷിക്കുന്നവരെയും എന്റെ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ജനതകളെയും അവർ കൈവശമാക്കും. എല്ലാ ജനതകളെയും ഒരുമിച്ച് ചേർത്ത്, കർത്താവിനോട് ചേർത്ത്, എല്ലാ ജനതകളെയും ജൂദാദേശത്തോട് ചേർത്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയൊരു യൂണിവേഴ്സൽ സാൽവേഷനെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഈ ആമോസിന്റെ പുസ്തകത്തിന്റെ 9-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സത്യം. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലെ ആമോസിന്റെ പുസ്തകം നമ്മൾ സമാപിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ രക്ഷയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്. ദൈവത്തിന്റെ രക്ഷ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ മടങ്ങി വന്ന് കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ ആലയത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ആമോസ് പ്രവാചകൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് ഈ ഒരു പ്രവചന പുസ്തകത്തിലൂടെ. 2-ാമത്തെ പുസ്തകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഹോശേയയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഏകദേശം 14 അധ്യായങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഹോശേയയുടെ പുസ്തകം. പല രീതിയിൽ ഈ പുസ്തകത്തെ നമുക്ക് കാണാൻ സാധിക്കും. 14 അധ്യായങ്ങളിലൂടെ ഈ പുസ്തകത്തിന്റെ മനോഹാരിത മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കണ്ട ആമോസ് പ്രവാചകന്റെ പുസ്തകം നമ്മൾ കണ്ടതുപോലെ അല്ല ഈ പുസ്തകത്തെ നമ്മൾ വിലയിരുത്തുന്നതും നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തില് 3 ഭാഗങ്ങളായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ പ്രവാചകനായ ഹോശേയയുടെ പുസ്തകത്തിന്റെ ആദ്യത്തെ 3 അധ്യായങ്ങളുടെ എക്സ്പ്ലനേഷനാണ് 4 മുതൽ 8 വരെയും 9 മുതൽ 14 വരെയുമുള്ള അധ്യായങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ 1, 2, 3 അധ്യായങ്ങളുടെ എക്സ്പ്ലനേഷൻസ് ആണ് അത് 4 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത് എന്ന് പറയുമ്പോൾ 1, 2, 3 അധ്യായങ്ങൾ ഒരു സിംബോളിക് ആക്ടിലൂടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഈ ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുക, ഒരു സിംബോളിക് ആക്ട്. ഈ സിംബോളിക് ആക്ടിനെ കുറിച്ച് പറയുന്നത് പ്രൊഫറ്റിക് സിംബോളിക് ആക്ട് എന്നാണ്. എന്താണ് പ്രൊഫറ്റിക് സിംബോളിക് ആക്ട്? നേരത്തെ ഞാൻ ഈ പ്രവാചകന്മാരുടെ പുസ്തകം പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രൊഫറ്റിക് സിംബോളിക് ആക്ട്. പ്രവാചകൻ സംസാരിക്കുന്നില്ല, പ്രവാചകൻ അധികമൊന്നും വാക്കുകൾ ഉപയോഗിക്കാതെ ചില സയൻസുകളിലൂടെ, സിംബൽസിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രൊഫറ്റിക് സിംബോളിക് ആക്ട് എന്നതിലൂടെ ഉദ്ദേശിക്കുക. നമുക്കറിയാം സാമുവേലിന്റെ പുസ്തകത്തിന്റെ 1 സാമുവേലിന്റെ പുസ്തകത്തിന്റെ 15-ാമത്തെ അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് ഈ ആക്ട് നമ്മൾ കാണുന്നുണ്ട്. സാമുവേൽ പ്രവാചകൻ മുന്നോട്ട് പോകുമ്പോൾ സാവൂളിനെ കൊണ്ട് പറയുകയാണ്, സാവൂൾ, നിന്റെ കയ്യിലിരിക്കുന്ന രാജ്യം കർത്താവ് എടുത്ത് വേറൊരാളുടെ കൊടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് പറഞ്ഞതിന് ശേഷം ഈ സാമുവേലിന്റെ മേലങ്കിയിൽ അദ്ദേഹം കയറി പിടിച്ചു. ആ മേലങ്കി കീറിപ്പോയി. ഉടനെ പറയുകയാണ്, ഇത് കീറിയതുപോലെ നിന്റെ രാജ്യം ഞാൻ 2ആയിട്ട് കീറാൻ പോവുകയാണ്. ഇതാണ് ഈ ഒരു സിംബോളിക് ആക്ടിലെ ഒരു ചെറിയൊരു ഭാഗം. എന്നാൽ ഇവിടെ ഹോശേയയുടെ പുസ്തകത്തെ സാധാരണയായിട്ട് എല്ലാവരും വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു വിശ്വസ്തതയുടെ
പുസ്തകമെന്നാണ്. വിശ്വസ്തത, ദൈവം വിശ്വസ്തനാകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയമായിട്ട് നിൽക്കുക. ദൈവത്തിന്റെ വിശ്വസ്തത. നമ്മളൊക്കെ എത്രമാത്രം ദൈവസന്നിധിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാലും ദൈവത്തിന്റെ വിശ്വസ്തത അത് പൂർണ്ണമായിട്ടും നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ യഥാർത്ഥ ദൈവശാസ്ത്രമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാര്യേജിനെ കുറിച്ച്, വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചും അശുദ്ധിയെക്കുറിച്ചും ഒക്കെയുള്ള പ്രബോധനങ്ങൾ നൽകുന്ന ഒരു പുസ്തകം തന്നെയാണ് ഇത്. ഈ പുസ്തകം ഹോശേയയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുക. നമ്മൾ ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 1 മുതൽ 1ഉം 2ഉം അധ്യായങ്ങൾ ഒരു സിംബോളിക് എക്സ്പ്രഷനിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഹോശേയയോട് പറയുക, നീ പോയി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക. ഉടനെ അവൻ പോയി ആരെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വേശ്യയായ ഗോമറിനെ കല്യാണം കഴിക്കണം. ഗോമറിനെ കല്യാണം കഴിക്കണം. ഹോശേയ ഓടിപ്പോയി ഗോമറിനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംബോളിക് ആക്റ്റാണ്. കല്യാണം കഴിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. അവന്റെ മക്കളെ കുറിച്ചുള്ള പ്രബോധനങ്ങളൊക്കെ സിംബോളിക് എക്സ്പ്രഷൻസ് ആണ്. അതുകൊണ്ട് ആ രീതിയിൽ മാത്രമേ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഈ പുസ്തകത്തിന്റെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ തയ്യാറാക്കുമ്പോൾ ഹോശേയയുടെ ഭാര്യയുടെ പേരെന്താണ്, ഗോമർ എന്ന് എഴുതി വെക്കുന്നത് ശരിയല്ല. കാരണം ആ ഭാവത്തിന് അതല്ലായിരിക്കും ഭാര്യ. വേറെ നല്ല ഭാര്യമാർക്ക് വല്ലതും കാണുമായിരിക്കും. ഇല്ലെങ്കിൽ ഭാര്യ ഇല്ലാതെ ജീവിച്ച വ്യക്തിയായിരിക്കാം ഹോശേയ. ആ വാക്ക് തന്നെ അർത്ഥമാക്കുന്നത് ദൈവം രക്ഷകനാണ് എന്നുള്ളതാണ്. ഹോശേയ എന്ന വാക്ക് ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു ഒരു ഒരു പശ്ചാത്തലം ഈ പുസ്തകത്തിനുണ്ട്. ഈ പശ്ചാത്തലം എന്താണെന്ന് നമുക്കറിയാം. സൂപ്പർസ്ക്രിപ്ഷനിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ഭാഗം. എന്താണ് സൂപ്പർസ്ക്രിപ്ഷൻ? ഉസിയ, ജോഥാം, ആഹാസ്, ഹെസക്കിയ എന്നിവർ യൂദയായുടെയും യോവാഷിന്റെ മകൻ ജെറോബോവാം ഇസ്രായേലിന്റെയും രാജാവായിരുന്ന കാലത്ത്. അപ്പൊ നോക്കിക്കേ, അതിൻ്റെ അകത്ത് ജെറോബോവാം സെക്കൻഡ് എന്ന് പറയുന്ന രാജാവ് ഇസ്രായേലിന്റെ രാജാവായിട്ട് നിൽക്കും. അദ്ദേഹത്തെ മാത്രമേ ഇസ്രായേലിന്റെ രാജാവായിട്ട് അവതരിപ്പിച്ചു. എന്നാൽ ഉസിയയുടെ കാലഘട്ടത്തും ജോഥാമ്പന്റെ കാലഘട്ടത്തും അതുപോലെ തന്നെ ആഹാസിന്റെയും ഹെസക്കിയയുടെയും ഒക്കെ കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വേറെ ചില ഇസ്രായേൽ രാജാക്കന്മാരാ വന്നിരുന്നത്. ഈ ജെറോബോവാമിന് ശേഷം സക്കറിയ വന്നു. സക്കറിയായ്ക്ക് ശേഷം ഷല്ലൂം വന്നു. ഷല്ലൂമിന് ശേഷം മെനഹേം വന്നു. മെനഹേമിന് ശേഷം പെക്കിയ വന്നു. പെക്കിയായ്ക്ക് ശേഷം പെക്ക വന്നു. പെക്കായ്ക്ക് ശേഷം ഹോശേയ വന്നു. ഇങ്ങനെയാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ കാണുന്ന രാജാക്കന്മാർ കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ഈ ജെറോബോവാമിനെ മാത്രമേ പ്രവാചകനായ ഹോശേയ ഇവിടെ അവതരിപ്പിക്കുന്നുള്ളൂ. കാരണം എന്താ? അത് മറ്റൊന്നുമല്ല. കാരണം ജെറോബോവാമിന്റെ തിന്മ അത്രമാത്രം വലുതായിരുന്നു. മറ്റു ആളുകൾ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ട് ഈ ഭൂമിയിലൂടെ കടന്നുപോയി. സക്കറിയായും ഷല്ലൂം അധികാരത്തിൽ ഏൽക്കുന്നത് സക്കറിയായെ വധിച്ചുകൊണ്ടാണ്. മെനഹേം അധികാരത്തിലേൽക്കുന്നത് ഷല്ലൂമിനെ വധിച്ചുകൊണ്ടാണ്. പെക്കിയ അധികാരത്തിലെത്തുന്നത് മെനഹമിനെ വധിച്ചുകൊണ്ടാണ്. ഇങ്ങനെ ക്രൂരമായിട്ടുള്ള നരഹത്യയൊക്കെ നടത്തിക്കൊണ്ട് അധികാരത്തിലേറിയ ഇവരെല്ലാവരും ജെറോബോവാമിന്റെ വഴികൾ പിന്തുടർന്ന വ്യക്തികളാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥകാരൻ സാക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ പേരുകൾ ഇവിടെ രേഖപ്പെടുത്താതെ ജെറോബോവാം എന്ന് പറയുന്ന ആ ഇസ്രായേലിന്റെ രാജാവിന്റെ പേര് മാത്രം ഇവിടെ രേഖപ്പെടുത്തി ഹോശേയയുടെ പുസ്തകത്തിന്റെ അവതരണ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉസിയ, ജോഥാം, ആഹാസ്, ഹെസക്കിയ വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിൽ താമസിച്ചവരാണ്. അവരെല്ലാവരും മക്കളാണ്. ഓരോരുത്തരും പിന്തലമുറക്കാരായിട്ട് പോവുകയാണ്. എന്നാലും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സർക്കംസ്റ്റൻസ് ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഉസിയ, ജോഥാം, ആഹാസ് ഈ 3 പേരുടെ കാലഘട്ടം സീറോ എഫ്രമൈറ്റ് ക്രൈസിസിന്റെ കാലഘട്ടമായിരുന്നു. ആഹാസിന്റെ പുത്രനായ ഹെസക്കിയയുടെ കാലഘട്ടം വരുമ്പോൾ അസീറിയക്കാര്
വാഗ്ദാന ദേശം അല്ലെങ്കിൽ അസീറിയക്കാര് അതിശക്തമായ രീതിയിൽ ജൂദാദേശത്തെ ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടിയിട്ട് കടന്നു വരുന്ന കാലഘട്ടത്തിലാണ് ഹെസക്കിയ എന്ന് പറയുന്ന രാജാവ് കടന്നു വന്നിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രത്യേക ശൈലിയിലൂടെയാണ് ഹോസിയ പ്രവാചകൻ തൻ്റെ ഈ ഇസ്രായേലിന്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം അവതരിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന്റെ പ്രൊഫറ്റിക് സിംബോളിക് ആക്ടിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് അടുത്ത സെഷനിൽ ഈ പ്രൊഫറ്റിക് സിംബോളിക് ആക്ട് എന്താണെന്നും അതെങ്ങനെയാണ് ഹോസിയയുടെ പുസ്തകത്തില് പ്രകടമായിട്ട് നിൽക്കുന്നത് എന്നും നമുക്കൊന്ന് മനസ്സിലാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി.